ഇന്നത്തെ വിചിന്തനം കരുണയുടെ മാതാവ്. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവർ ഭാഗ്യവതി. വിശുദ്ധ ലൂക്ക് 1:45. മാതൃത്വത്തിന്റെ സ്നേഹം തുളുമ്പുന്ന വിശുദ്ധ അമ്മ, ക്ഷമയോടും കരുണയോടും രാജാവിന്റെ ആഗമനത്തിന് വേണ്ടി കാത്തിരുന്നവൾ. വചനം ഹൃദയം കൊണ്ട് ധ്യാനിച്ച ഒരു പെൺകുട്ടിയിലാണ് വചനം മാംസമായി മാറിയത്. ദൈവപുത്രന് ജന്മം നൽകിയപ്പോൾ ആ അമ്മ വിചാരിച്ചില്ല, പുൽക്കൂട് തൊട്ട് കാൽവരി വരെ ഈ ലോകത്തിന്റെ പുതുജീവന് വേണ്ടി കരുണയുടെ ഒരു നിക്ഷേപപാത്രം തന്നെ വേണ്ടിവരുമെന്നത്. അതുകൊണ്ടായിരിക്കണം വിശുദ്ധ കന്യാമറിയത്തെ കരുണയുടെ അമ്മ എന്ന് വിശേഷിപ്പിക്കുന്നത്. സ്വയം ബലഹീനയായിരുന്നിട്ട് കൂടി തന്നേക്കാൾ ബലഹീനായ എലിസബേത്തിന്റെ സഹായത്തിനായി ദീർഘവും ദുർഘടവുമായ പാതകൾ താണ്ടിയ കരുണ നിറഞ്ഞ അമ്മ. പൂർണ്ണ ഗർഭാവസ്ഥയിൽ ദാവീദ് വംശത്തിൽ പേര് ചാർത്തുന്നതിനായി നസ്രയത്തിൽ നിന്നും ബേത്ലഹേമിലേക്ക് യാത്രയാവുന്ന അമ്മ. ലോകരക്ഷകന്റെ ജനനത്തിനായി ഒരിടവും കിട്ടാതെ ലോകത്താൽ തിരസ്കൃതമായി കാലിത്തൊഴുത്തിൽ അഭയം തേടിയ അമ്മ. ബാലനായ യേശുവിനെ ദേവാലയത്തിൽ സമർപ്പിക്കാൻ എത്തിയപ്പോൾ വൃദ്ധനായ ശിമയോൻ പറഞ്ഞതുപോലെ ഒരു വാൾ തന്റെ ഹൃദയത്തിൽ തുളഞ്ഞു കയറുമെന്നും അതിനായി തന്നെ ഒരുക്കി കാത്തിരുന്നവളുമായിരുന്നു അമ്മ. ആ ഒരുക്കമില്ലായിരുന്നുവെങ്കിൽ കാൽവറിയുടെ ചുവട്ടിൽ ആ അമ്മ ഉണ്ടാകുന്നതില്ല. പരിശുദ്ധ സഭയുടെ വളർച്ചയുടെ അപ്പോസ്തലന്മാരുടെയും പ്രചോദനവും ധൈര്യവുമായിരുന്നു പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം. ദൈവദൂതൻ ഭാഗ്യവതി എന്ന് വാഴ്ത്തുന്നു. ഈ ലോകപ്രകാരം ഒരു ഭാഗ്യാവസ്ഥയിലൂടെ കടന്നുപോകുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്നാൽ മരണത്തോടുകൂടി നിത്യതയുടെ മഹത്വത്തിൽ സ്വർഗത്തിന്റെ രാജ്ഞിയായി കിരീടധാരിയായി അമ്മ നിൽക്കുന്നു. തന്റെ ജനത്തിനായി മാധ്യസ്ഥം വഹിച്ചിരുന്നത്. അവിടെയെല്ലാമായിരുന്നു അമ്മയുടെ ഭാഗ്യാവസ്ഥ അമ്മയ്ക്ക് കൈവന്നത്. ഈ അമ്മയുടെ ജീവിതത്തിലേക്ക് നാം നമ്മളെ തന്നെ സാമ്യപ്പെടുത്തണം. ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ ഘട്ടങ്ങൾ, നിരാശയുടെ അനുഭവങ്ങൾ, കുടുംബജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ജീവിതത്തിൽ നമുക്ക് ഉത്തരം ലഭിക്കാത്ത ചില ചോദ്യങ്ങൾക്ക് മുന്നിൽ ഇവിടെയെല്ലാം അമ്മയെ നമുക്ക് മാതൃകയായി നിർത്താം. അവരെന്റെ ജീവിതത്തിലെ കുറവുകൾ നികത്തുവാനായി നാം പരിശ്രമിക്കുമ്പോൾ, ഇല്ലായ്മയിലായിരിക്കുന്നവനെ കൊടുക്കുവാനായി നാം കൈനീട്ടുമ്പോൾ, അറ്റുപോകുന്ന ബന്ധനങ്ങളെ കണ്ണികളെ നാം കൂട്ടിച്ചേർക്കുമ്പോൾ, എല്ലാത്തിനും ഉപരിയായി ജീവിതത്തിലെ സഹനങ്ങളെ ക്രൂശിത രൂപത്തോട് ചേർത്ത് താങ്ങി പിടിക്കുമ്പോഴൊക്കെയും നാമും സുവിശേഷകളാവുകയാണ്. കരുണയുള്ള അമ്മയെ പോലെ ജീവിക്കുന്ന സുവിശേഷങ്ങൾ.